ശ്രീമന്നാരായണീയം ദശകം 17 ധ്രുവചരിതം ശ്ലോകം 8. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. താവത് വിബോധ വിമലം തൃണുവന്തമേനം ആഭാഷദാസ്ത്വമവഗമ്യ തദീയഭാവം. രാജ്യം ചിരം സമനുഭൂയ ഭജസ്വഭൂയ സർവോത്തരം ധ്രുവ പദം വിനിവൃത്തിഹീനം. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, ഭഗവാനെ തൻ്റെ മുന്നിൽ കണ്ട ധ്രുവൻ പരമാനന്ദമാകുന്ന സമുദ്രത്തിൽ ആണ്ടു മുങ്ങി അതിലെ തിരമാലകളിൽ പെട്ടിങ്ങനെ കിടന്നു. ഭഗവാന്റെ ആ രൂപത്തെ അവൻ ആവോളം അമൃതുപോലെ പാനം ചെയ്തു, കുടിച്ചു. വെള്ളത്തിൽ ആണ്ടു മുങ്ങിപ്പോയാൽ പിന്നെ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ പരമാനന്ദമാകുന്ന സമുദ്രത്തിൽ മുങ്ങിയ ധ്രുവന് ഒന്നും മിണ്ടാൻ പറ്റാതെ ഇങ്ങനെ നിന്നു. ഭഗവാന് മനസ്സിലായി അവന് തന്നെ സ്തുതിച്ചാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ സംസാരിക്കാനുള്ള പറ്റുന്നില്ല. വേഗം തൻ്റെ കയ്യിലിരുന്ന ശംഖു കൊണ്ട് അവൻ്റെ കവിളിലൊന്ന് പതുക്കെ തലോടി. അപ്പോഴേക്കും അവന് ഭഗവാനെ സ്തുതിക്കുവാനുള്ള ആ കഴിവ് അങ്ങോട്ട് കിട്ടി. കൊച്ചു കുട്ടിയാണ്, വാത്സല്യത്തോടുകൂടി ഭഗവാൻ അവൻ്റെ കവിളിലൊന്ന് തലോടി. താവത് വിബോധ വിമലം. താവത് ആ അപ്പോഴേക്കും, അതായത് ശംഖു കൊണ്ട് അവൻ്റെ കവിളിലൊന്ന് തലോടിക്കഴിഞ്ഞപ്പോഴേക്കും വിബോധ വിമലം, വിശിഷ്ടമായ ബോധത്താൽ, അറിവിനാൽ, വിമലം മനോമാലിന്യമെല്ലാം അകന്നവനും. ഭഗവാൻ ആ ശംഖു കൊണ്ട് അവൻ്റെ കവിളിലൊന്ന് തലോടിക്കഴിഞ്ഞപ്പോഴേക്കും അവന് പെട്ടെന്ന് അറിവുണ്ടായി, നല്ല അറിവ് അങ്ങോട്ടും ഉണ്ടായി. കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്. അവൻ്റെ മനസ്സിലെ മാലിന്യങ്ങളെല്ലാം അകന്നു, മനസ്സ് പരിശുദ്ധമായി, വിമലമായി. പ്രണുവന്തം ഏനം എന്നിട്ട് ഇവിടെ പ്രണുവന്തം ഏനം അസ്സലായിട്ട് ഇവിടെ സ്തുതിക്കുന്ന, അവൻ ഭഗവാനെ അങ്ങോട്ട് സ്തുതിക്കാൻ തുടങ്ങി. അങ്ങനെ അസ്സലായിട്ട് സ്തുതിക്കുന്നവനുമായ ധ്രുവകുമാരനോട്, ഏനം ആ ധ്രുവകുമാരനോട് തദീയ ഭാവം, തദീയ അവൻ്റെ ഭാവം, ഭാവം എന്ന് പറഞ്ഞാൽ ഇവിടെ ആഗ്രഹം, അവഗമ്യ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് അവൻ്റെ മനസ്സിൽ എന്താണ്, അവൻ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നല്ലവണ്ണം മനസ്സിലാക്കിയിട്ട് ത്വം അവിടുന്ന് നിന്തിരുവടി ആഭാഷത അരുളി ചെയ്തു. അവൻ്റെ മനസ്സറിഞ്ഞ് ഭഗവാൻ ഇവിടെ അവനോട് പറയാണ്, ധ്രുവ, അല്ലേ ധ്രുവ, ചിരം രാജ്യം സമനുഭൂയ, ചിരം വളരെ കാലം രാജ്യം, രാജ്യത്തെ രാജഭോഗങ്ങളെ, സമനുഭൂയ നന്നായി അനുഭവിച്ചിട്ട്, പിന്നെ ഭൂയ പിന്നെ സർവോത്തരം എല്ലാ സ്ഥാനങ്ങളെക്കാളും മികച്ചതും, വിനിവൃത്തിഹീനം പുനരാവൃത്തിയില്ലാത്തതും, അതായത് മടക്കമില്ലാത്തതും. വിനിവൃത്തിഹീനം എന്ന് പറഞ്ഞാൽ തിരിച്ച് പിന്നെ ഒരു മടക്കമില്ല, അങ്ങനെ മടക്കമില്ലാത്തതും ആയ പദം ഭജസ്വ സ്ഥാനത്തെ പ്രാപിച്ചുകൊള്ളുക. ഭഗവാൻ അവനെ അനുഗ്രഹിക്കുകയാണ്. വളരെ കാലം നീ രാജാവായിട്ട് രാജ്യമെല്ലാം ഭരിച്ച് എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ച് പിന്നീട് എല്ലാ സ്ഥാനങ്ങളെക്കാളും മികച്ചതും പിന്നീട് ഒരിക്കലും മടക്കമില്ലാത്തതുമായ ആ സ്ഥാനത്തെ,
ആ ധ്രുവ പദത്തെ, ഉറപ്പുള്ള ആ പദത്തെ, ആ സ്ഥാനത്തെ നീ പ്രാപിച്ചു കൊള്ളുക എന്ന് ഇവിടെ ഭഗവാൻ അവനെ അനുഗ്രഹിക്കുകയാണ്. അതായത് ഭഗവാന്റെ ആ ശംഖ അങ്ങോട്ട് കവിളിൽ സ്പർശിച്ചപ്പോൾ തന്നെ, തൊട്ടപ്പോൾ തന്നെ അവന്റെ ജ്ഞാനമെല്ലാം ഉണർന്നു. ഭഗവാനെ നന്നായിട്ട് അവൻ സ്തുതിച്ചു. അവന്റെ സ്തുതിയില് സന്തോഷവാനായി. അവന്റെ മനസ്സറിഞ്ഞുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, വളരെ കാലം നീ രാജ്യസുഖമെല്ലാം അനുഭവിച്ച് പിന്നീട് ഉത്തമമായ പുനർജന്മമില്ലാത്ത പദത്തെ പ്രാപിക്കും എന്നവനെ അനുഗ്രഹിക്കുകയാണ്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.